പരിശുദ്ധമായ ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ബിജിമോൾ. ഞാൻ കുമരകത്തു നിന്ന് വരുന്നു. 2023 ഡിസംബർ 12 ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. ഇത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ആദ്യം ഞാൻ എൻ്റെ മകന് വേണ്ടി ഇവിടെ സാക്ഷ്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. ഇത് എൻ്റെ മകൾ അനഹ. ഇവൾ BSc നേഴ്സിംഗ് പാസ്സായി 3 വർഷമായി. 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. പക്ഷേ എല്ലാത്തിനും തടസ്സമായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ ഇവളുടെ കാര്യം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ ആ തടസ്സങ്ങളെല്ലാം നീങ്ങി. ഈ 14 തീയതി ഇവൾ വിദേശത്തേക്ക് പോവുകയാണ്. ടിക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ സാക്ഷ്യം. പിന്നെ ഒരു കാര്യം, ഞങ്ങളുടെ ഒരു ആധാരം നഷ്ടപ്പെട്ടു പോയിരുന്നു. അത് 10 വർഷമായിട്ട് ബാങ്കിലിരുന്നതാണ്. ഞങ്ങളത് ഈ ഇടയ്ക്ക് അതിനെപ്പറ്റി തിരക്കിയപ്പോൾ അത് അവിടെ ഇല്ലെന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഞാൻ എല്ലായിടത്തും ഞങ്ങളിങ്ങനെ തിരക്കി അന്വേഷിച്ചു. അതിന് കാണുന്നില്ല, ആരുടെയും കയ്യിലും ഇല്ല, ഒരു ഇതും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ച് മാതാവിന് വേണ്ടി ആ കാര്യം പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി ഈ അടുത്ത കാലത്ത് അവർ ബാങ്കിൽ നിന്ന് വിളിക്കുകയും ആധാരം അവിടെ തന്നെ ഉണ്ട്, എത്രയും പെട്ടെന്ന് അത് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറയുകയും ചെയ്തു. ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. ഇത് അനുഗ്രഹിച്ച് തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ ഈ സാഹചര്യങ്ങളൊക്കെ സാധിച്ചു തരുന്നതിനേക്കാളും ഉടമ്പടിയിൽ ജീവിതം ജീവിക്കാൻ അനുഗ്രഹിച്ചതിന് 1000 നന്ദി ഈശോയോടും അമ്മയോടും പറയുന്നു. ഈശോയെ അമ്മയെ അറിഞ്ഞോ അനുഭവിച്ചും ജീവിക്കാനുള്ള അനുഗ്രഹം തന്നതിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഹോസ്പിറ്റലിലാണ്, ഹാരിത്താസ് ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ ഇവിടുന്ന് എല്ലാ മാസവും വന്ന് പത്രം വാങ്ങിച്ച് ഹോസ്പിറ്റലിലും മറ്റുള്ള എല്ലാവർക്കും വിതരണം ചെയ്യാറുണ്ട്. പിന്നെ ആഹാരം, ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ആഹാരം ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ അതുപോലെ ഒരു ദിവസം ഒരാളോടെങ്കിലും ഈശോയെയും അമ്മയെയും പറ്റി ഞാൻ പറയാൻ ശ്രമിക്കാറുണ്ട്. പറഞ്ഞ് മനസ്സിലാക്കി പത്രം കൊടുക്കുമ്പോൾ ഈശോയുടെ അമ്മയുടെയും മഹത്വം അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയാണ് കൊടുക്കാറുള്ളത്. പിന്നെ ഉടമ്പടിയിൽ ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ സമാധാനവും സന്തോഷവും എന്താണെന്ന് ഞാൻ അറിയുന്നുണ്ട് ജീവിതത്തിൽ. അവരോട് പറഞ്ഞ് മനസ്സിലാക്കി മറ്റുള്ളവർ പത്രം കൊടുക്കുമ്പോൾ എതിര് പറഞ്ഞാലും ഞാൻ ഈശോയുടെ അമ്മയുടെ മഹത്വം പറഞ്ഞ് മനസ്സിലാക്കിയാണ് അവർക്ക് ഞാനത് കൊടുക്കാൻ ശ്രമിക്കാറ്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ. ഇനി എൻ്റെ ജീവിതകാലം മുഴുവനും ഈശോയുടെ അമ്മയോടൊപ്പം ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി എന്നും ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കാൻ അനുഗ്രഹിക്കണമേ എന്നാണ് ഈശോയുടെ അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി ഞാൻ പറയുന്നു. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം 20-ാം തിരുവചനം. അങ്ങനെ അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എൻ്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും. അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന വലിയൊരു വാഗ്ദാനമാണ്, ഒരു ഉറപ്പാണ്. നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കുമെന്ന്. ഇങ്ങനെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വലിയ ദൈവാനുഭവമാണ് ബിജിമോൾ തൻ്റെ മകളോടൊപ്പം വന്ന് 2ാമത്തെ പ്രാവശ്യമാണ് ഈ മകൾ, ഒരു അക്രൈസ്തവയായ മകൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. പരിശുദ്ധ ദൈവമാതാവ് അവരുടെ ജീവിതത്തിൽ ഇടപെട്ട ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് ഇവരെപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ അടുത്ത് വരുന്ന, താൻ ഇടപഴകുന്ന കാരിത്താസ് ഹോസ്പിറ്റലിലെ എല്ലാ മക്കളോടും സുവിശേഷം പ്രസംഗിക്കുവാനും ഈശോ അവൻ പറയുന്നത് പോലെ, പരിശുദ്ധ അമ്മ നമ്മോട് അതാണ് പറയുന്നത്, അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നത് അണുവിടാതെ ഇന്ന് ബിജിമോൾ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഈശോയെക്കുറിച്ച് പ്രഖ്യാപിക്കുവാനും വിശ്വാസം ഏറ്റുപറയുവാനുള്ള ഒരു വലിയ ജീവിത അനുഭവം, ജീവിത സാക്ഷ്യം ഇന്ന് 2ാമത്തെ പ്രാവശ്യവും ഈ മകൾക്ക് ഉടമ്പടി പ്രത്യക്ഷീകരണ സാക്ഷ്യം ഈ അൾത്താരയിൽ വന്ന് ഏറ്റുപറയുവാൻ സാധിച്ചു. ഈ മകൾ തന്നെ പറയുന്നു, എനിക്കിവിടെ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുക എന്നതിനേക്കാൾ കൂടുതൽ ഈശോയെ സ്നേഹിക്കുവാൻ സാധിക്കുന്നതാണ് എൻ്റെ വലിയ ജീവിതത്തിൻ്റെ സന്തോഷം. ആരെന്തു പറഞ്ഞാലും വെറോനിക്ക പറയുന്നത് പോലെ സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ എപ്പോഴും അവിടുത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. ഇതൊരു ഉഭയകക്ഷി ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആയതുകൊണ്ട്
അതിന് ആർക്കും തടസ്സം നിൽക്കാൻ സാധിക്കുകയില്ല. നാം വചനം വായിക്കുന്നത് പോലെ ദൈവത്തോട് സ്നേഹത്തോടെ നിൽക്കുന്നവർ, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക് ആരെതിര് നിൽക്കും? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും നമ്മെ വേർപെടുത്താൻ സാധിക്കുകയില്ല എന്ന് പൗലോസ്ലീഹായോടൊപ്പം പറയുവാൻ ഇന്ന് ബിജിമോൾക്ക് സാധിക്കുന്നത് ഈ ഉടമ്പടിയിൽ ഉറച്ചു നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ പ്രത്യേക അനുഗ്രഹവും കൃപയും ലഭിച്ചിരിക്കുന്നതുകൊണ്ടാണ്. ബിജിമോൾക്കും മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.